നാസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് 3ാം ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ചില മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം, വിവരണം വായിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. വിവരണം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഭൂമിയിലെ ഏറ്റവും പ്രായം കൂടിയ ജീവികൾ ആമകളാണത്രേ. ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക എന്നീ വൻകരകളിലൊഴികെ എല്ലാ വൻകരകളിലും ആമകൾ വസിക്കുന്നു. ഏതാണ്ട് 40ഓളം ഇനം ആമകളുണ്ട്. പുല്ലുകളും പച്ചിലകളും പൂക്കളും പഴങ്ങളുമാണ് ആമകളുടെ പ്രധാന ഭക്ഷണം. ചിലയിനം ആമകൾ ഷഡ്പദങ്ങളെയും ചെറുജീവികളെയും ഭക്ഷിക്കുന്നു. ആമയ്ക്ക് നല്ല കാഴ്ചശക്തിയും കേൾവിശക്തിയുമുണ്ട്. ആമയുടെ പുറംതോടുകൾ കട്ടി കൂടിയതാണ്. മഞ്ഞ, തവിട്ട്, കറുപ്പ് എന്നീ നിറങ്ങളിൽ ഇവ കാണപ്പെടുന്നു. ശത്രുക്കളുടെ സാമീപ്യം അറിഞ്ഞാൽ ആമകൾ തല പുറന്തോടിനുള്ളിലേക്ക് വലിക്കും. ഇവയ്ക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റും. വഴുവഴുപ്പുള്ള ശരീരവും തുഴ പോലുള്ള കാലുകളും ഇവയ്ക്ക് ഇതിന് സഹായകരമാണ്. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആ ചോദ്യങ്ങൾക്ക് ഇത് നോക്കിയിട്ട് നമ്മൾ ഉത്തരം കണ്ടെത്തി എഴുതണം. എന്താ ഒന്നാമത്തെ ചോദ്യം? ആമയെ കാണപ്പെടാത്ത വൻകര ഏത്? ഏത് വൻകരയാ? അന്റാർട്ടിക്ക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വഴുവഴുപ്പുള്ള ശരീരവും തുഴ പോലുള്ള കാലുകളും ഈ ജീവിക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു? എന്താണ് ഉത്തരം? ഉത്തരം ബി, കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്നു. ഇനി മൂന്നാമത്തെ ചോദ്യം, ഈ ജീവിക്ക് മറ്റു ജീവികളിൽ നിന്നുള്ള പ്രധാന പ്രത്യേകത എന്താണ്? എന്താണ് ഉത്തരം? ഉത്തരം ഡി ആണ്, ആയുസ് കൂടുതലാണ്. ആ ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി അഞ്ചാമത്തെ ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏത്? 4 ജീവികളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. 1 മുതല, പശു, പരുന്ത്, സിംഹം. ഇതിൻ്റെ ഉത്തരം എന്താ? പശു ആണ് ഉത്തരം, ബി അല്ലേ? എന്തുകൊണ്ടാ പശു എന്ന് പറയുന്നത്? ബാക്കി 3 ജീവികളും മാംസാഹാരിയാണ്. പശു ഒരു സസ്യാഹാരിയാണ്. ഇനി അടുത്ത ചോദ്യം, ചെടികൾക്ക് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്ന സസ്യഭാഗം ഏത്? എന്താണ് ഇതിൻ്റെ ഉത്തരം? ഇതിൻ്റെ ഉത്തരം ഇല എന്നതാണ്. ഇനി അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ജലസംരക്ഷണവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? 4 ഓപ്ഷൻസും ശരിക്കും വായിച്ചു നോക്കുക. എന്നിട്ട് അതിൻ്റെ ഉത്തരം എന്താണെന്ന് കണ്ടെത്തുക. ഓക്കെ, എല്ലാവരും ഉത്തരം കണ്ടെത്തി കാണുമല്ലോ. എന്താ ഉത്തരം? ബി, പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറഞ്ഞിരിക്കുന്ന മാസങ്ങളിൽ നമുക്ക് മഴ ലഭിക്കുന്ന മാസം ഏത്? എന്തായിരിക്കും ഉത്തരം? മഴ ലഭിക്കുന്ന മാസമല്ലേ? അപ്പൊ ഏത് മാസ? ജൂൺ. സി, ജൂൺ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, കലണ്ടറുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ കലണ്ടർ ശരിക്കും നോക്കിയിട്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. എന്താ ഒന്നാമത്തെ ചോദ്യം? 10ാം തീയതി ഞായറാഴ്ച എങ്കിൽ അടുത്ത തിങ്കളാഴ്ച തീയതി എത്രയാണ്? കലണ്ടർ നോക്കിയേ. 10ാം തീയതി ഞായറാഴ്ചയാണെങ്കിൽ തിങ്കളാഴ്ച എത്രയായിരിക്കും തീയതി? 11. ഇനി അടുത്ത ചോദ്യം, ഫെബ്രുവരി 1 ഏത് ദിവസമാണ്? അപ്പം നമുക്ക് ജനുവരിത്തെ കലണ്ടറാണ് തന്നിട്ടുള്ളത്. ജനുവരി 31 ഞായറാണ്. അപ്പം ഫെബ്രുവരി 1 സ്വാഭാവികമായിട്ട് ഏത് ദിവസമായിരിക്കും? തിങ്കൾ. ഇനി എന്താ അടുത്ത ചോദ്യം? വിട്ടുപോയ സംഖ്യ എഴുതൂ. 7ഉം 14ഉം ഉണ്ട്. അപ്പം കലണ്ടറിൽ നോക്കിയേ, 7ഉം 14ഉം എവിടെയാണ് ഉള്ളത്? വ്യാഴാഴ്ചത്തെ ദിവസങ്ങളാണല്ലേ 7, 14. ഇനി അടുത്തത് ഏതാ? 21, 28. ഇനി മാസങ്ങൾക്ക് നമ്പർ നൽകാനാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഓരോ മാസങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഓരോ മാസത്തിന് നമ്പർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത പ്രാവശ്യം.